നീ ഇപ്പോൾ ശരിയായ സ്ഥലത്താണെത്തിയിരിക്കുന്നത്. ഇവിടെ എന്റെ പാദങ്ങളിൽ നിന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെക്കാം. ഇപ്പോൾ ഞാൻ നിന്റെ മുറിവുകളെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. നിന്റെ തകർന്ന ഹൃദയത്തിന് ഞാൻ സൗഖ്യം നൽകുന്നു. നിന്റെ ഹൃദയത്തിലേൽപ്പിച്ച ഓരോ മുറിവിലും ഞാൻ മരുന്ന് പുരട്ടുന്നു. ഇന്നുവരെ നീ അനുഭവിച്ച ഓരോ നിരാശയും സങ്കടവും ഞാൻ സുഖപ്പെടുത്തുന്നു. തിരസ്കരണങ്ങൾ, വഞ്ചനകൾ, തകർന്ന സ്വപ്നങ്ങൾ എല്ലാം ഞാൻ മാറ്റിമറിക്കുന്നു. ഞാൻ നിന്നെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുകയാണ്. തകർന്നുപോയവയെല്ലാം ഞാൻ പുനർനിർമ്മിക്കുന്നു. തളർന്നുപോയവയെ ഞാൻ പുതുക്കുന്നു. നിനക്ക് ഞാൻ ദയയുള്ളതും എന്നാൽ തകർക്കാൻ കഴിയാത്തതുമായ ഒരു പുതിയ ഹൃദയം നൽകുന്നു. ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നാൽ ആ സ്നേഹത്താൽ തകർന്നുപോകാത്ത ഒരു ഹൃദയം. എന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിലൂടെ നീ വലിയ വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. നീ അനുഗ്രഹത്തിന്റെ ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു. ആ സ്വർഗീയ കൃപ ഇനി നിന്റെ ജീവിതത്തിലേക്ക് ഒരു നദി പോലെ ഒഴുകും. എന്റെ സ്നേഹത്തിന്റെ കൈകൾ നിന്നെ പൊതിയുന്നു. നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കുന്നു. നിന്റെ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കി മാറ്റുന്നു. നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഞാൻ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നു. നിന്റെ ഭവനത്തിൽ സമാധാനം വാഴട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ ആത്മീയ ലോകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നിന്റെ സങ്കടങ്ങളെ തോൽപ്പിക്കാനുള്ള വഴി ഞാൻ ഒരുക്കുന്നു. നിന്നെ തളച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ ഞാൻ പൊട്ടിക്കുന്നു. നിരാശയുടെ ഗർത്തത്തിൽ നിന്ന് നീ പുറത്തുവരും. നിനക്ക് നൽകുന്ന ശക്തിയേക്കാൾ വലുതാകാൻ ഒരു പരീക്ഷണത്തെയും ഞാൻ അനുവദിക്കില്ല. നീ ഒരിക്കലും തോൽപ്പിക്കപ്പെടില്ല. നിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തോൽവിയെക്കുറിച്ച് നീ ചിന്തിക്കരുത്. പരാജയങ്ങളെ ഓർത്ത് സങ്കടപ്പെടരുത്. നിനക്ക് ബലഹീനത തോന്നുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എന്റെ സാന്നിധ്യത്തിൽ നിനക്ക് വലിയ ശക്തി ലഭിക്കും. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഭീമന്മാരെ വീഴ്ത്താൻ ആ ശക്തി നിന്നെ സഹായിക്കും. തടസ്സങ്ങളെ ചാടിക്കടക്കാനും ശത്രുക്കളെ തോൽപ്പിക്കാനും നീ പ്രാപ്തനാകും. നീ മറന്നുപോയ നിന്റെ മൂല്യം ഞാൻ നിനക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു. നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭാവി അതിമനോഹരമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ നിനക്കായി ഞാൻ കരുതിവച്ച അനുഗ്രഹങ്ങൾ ഇപ്പോൾ നിന്നെ തേടി വരികയാണ്. നിന്റെ യാത്രയ്ക്കായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിലെ മഹത്തായ ലക്ഷ്യത്തിനായി ഞാൻ നിന്നെ വേർതിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഞാൻ എന്റെ നിത്യസ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. നീ വജ്രത്തേക്കാൾ ശക്തനാണ്. നിനക്കുപോലും അറിയാത്ത പ്രതിരോധശേഷിയും കരുത്തും നിനക്കുണ്ട്. ശത്രുവിന്റെ ഒരു തന്ത്രത്തിനും നിന്നെ തകർക്കാൻ കഴിയില്ല. എന്റെ രക്തത്തിന്റെ അധികാരത്താൽ നിനക്കെതിരെ ഉയരുന്ന എല്ലാ നാവുകളെയും നീ തോൽപ്പിക്കും. നീ സങ്കടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നിനക്കും നിന്റെ കുടുംബത്തിനുമായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ നീ കാണും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. നിന്റെ ആത്മാവിനെ വേദനിപ്പിച്ച ഇരുട്ടിനെ ഞാൻ മാറ്റുകയാണ്. നിന്റെ കാഴ്ചയെ മറച്ച മൂടൽമഞ്ഞ് നീങ്ങിപ്പോകും. നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും. നീ എന്റെ മഹത്വം ദർശിക്കും. എന്റെ വിശ്വസ്തത നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കും. നിന്റെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ഞാൻ സൗഖ്യം നൽകുന്നു. നിന്റെ മടുപ്പും നിരാശയും ഞാൻ നീക്കുന്നു. നിന്റെ ജീവിതത്തിനും കുടുംബത്തിനും വേണ്ടി പോരാടാൻ ഞാൻ നിനക്ക് കരുത്തു നൽകുന്നു. നിന്റെ കഴിവുകളെ നീ ഇനി ഫലപ്രദമായി ഉപയോഗിക്കും. ഇതുവരെ അടഞ്ഞുകിടന്ന വാതിലുകളിൽ നീ ശക്തിയോടെ മുട്ടുക. നിന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉടനെ സംഭവിക്കും. എന്റെ സ്നേഹം എത്ര വലുതാണെന്ന് നീ അപ്പോൾ മനസ്സിലാക്കും. എന്റെ വചനം നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ആ ശക്തി നിന്നിൽ ഉയരുന്നത് നീ അറിയുക. കൊടുങ്കാറ്റിന് ശേഷം മേഘങ്ങൾ മാറുന്നതുപോലെ നിന്റെ ചിന്തകൾ തെളിയുന്നു. നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പുതിയ ആശയങ്ങൾ നിന്റെ മനസ്സിലേക്ക് വരും. സ്വർഗത്തിന്റെ വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. നിനക്കറിയാത്ത രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. നിന്റെ ഭാവിയിലെ വലിയ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇന്നലത്തെ വേദനകളെല്ലാം ആ നദി കഴുകിക്കളയും. ഞാൻ നിന്റെ ഇടയനാണ്, ഉറങ്ങാതെ നിന്നെ കാക്കുന്നവൻ. ദാവീദിനെ ഓർക്കുക. അവൻ വെറുമൊരു ഇടയബാലനായിരുന്നു. എന്നാൽ ആരും കാണാത്ത ആ പുൽമേടുകളിൽ വെച്ച് ഞാൻ അവനെ ഒരു രാജാവാകാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. സിംഹത്തോടും കരടിയോടും പോരാടി അവൻ കരുത്തു നേടി. ദാവീദ് ഒറ്റയ്ക്ക് കഴിഞ്ഞ ആ വർഷങ്ങൾ ഒരു വലിയ നിയോഗത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ആടുകളെ കാത്ത അതേ ദൈവം തന്നെയാണ് ഗോലിയാത്തിനെ നേരിട്ടപ്പോഴും അവന്റെ കൂടെയുണ്ടായിരുന്നത്. അവൻ ഗുഹകളിൽ ഒളിച്ചിരുന്നപ്പോഴും വാഗ്ദാനങ്ങൾക്കായി കാത്തിരുന്നപ്പോഴും ഞാൻ അവനെ കൈവിട്ടില്ല. അതുപോലെ ഞാൻ നിന്റെയും ഇടയനാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു.